ഈ 1916 വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ കംപ്ലൈന്റ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലോയില് വെള്ളം പോകുന്നുണ്ട്. ഇപ്പോൾ ആ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഇപ്പോഴും മാറ്റിയിട്ടില്ല. അതായത് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഫ്ലോയും ഇവിടെയുള്ള ഫ്ലോയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ അല്ലേ, നമുക്കിവിടെയുള്ള ബ്ലോക്കുകളെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞിട്ട് പോലും ആ ബ്ലോക്കുകൾ കവർ ചെയ്യാനോ ആ ബ്ലോക്കുകൾ തീർക്കാനോ ആയിട്ട് ഈ പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് പ്രോപ്പറായിട്ടുള്ള വഴികളില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കംപ്ലൈൻറ്റ് 1916 വാട്ടർ അതോറിറ്റിയുടെ കസ്റ്റമർ കെയർ ആയിട്ടുള്ള കംപ്ലൈൻറ്റ് ഡെസ്കിലേക്ക് നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ റെസ്പോണ്ട് ചെയ്യേണ്ടത്? ഈ ബ്ലോക്കുകൾ മാറ്റാതെയാണോ റെസ്പോൺസ് ചെയ്യേണ്ടത്? ഈ ബ്ലോക്കുകൾ നോക്കൂ, വെള്ളം കെട്ടിക്കെടുക്കുന്നു നോക്കൂ. അപ്പോൾ വെള്ളപ്പൊക്കം നിരന്തരമായിട്ടുണ്ടാവുന്ന ഒരു സ്ഥലമാണ് ഈ ചെമ്പുക്കാവ് ബാലഭവൻ്റെ അവിടെ നിന്നുള്ള ചേരൂർ റോഡ് ഇറക്കം എന്ന് പറയുന്നത്. അവിടെ ബ്ലോക്കുകൾ ഇപ്പോഴും തീർക്കാതെ, ബ്ലോക്കുകൾ വന്ന് നോക്കാനോ കാര്യങ്ങൾക്കോ തയ്യാറാവാതെ ഈ പറഞ്ഞ രീതിയിലാണ് ഇപ്പോഴും ഇവിടെ കെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ 1916 എന്ന് പറയുന്ന കസ്റ്റമർ കെയർ ഉള്ളത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ഈ പറയുന്ന റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മന്ത്രി, വാട്ടർ അതോറിറ്റിയുടെ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന അദ്ദേഹം ഓരോ ജില്ലാടിസ്ഥാനത്തിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ആൾക്കാർ എത്രത്തോളം പ്രതിബദ്ധതയില്ലാതെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാനായിട്ട് ഈ പറയുന്ന റോഷി അഗസ്റ്റിന് കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകുന്നതാണ് നല്ലത്. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതകളിൽ വളരെയധികം ആശങ്കാകുലരായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടും പ്രോപ്പറായിട്ടുള്ള നടപടികളില്ലാതെ ഇപ്പോഴും തൃശ്ശൂർ കോർപ്പറേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.